പൗലോസേ കൊരിന്തിലെ സഭയോട് പറയുന്നൊരു ദൂതുണ്ട്. സ്തോത്രം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഞങ്ങൾ വീണ് കിടക്കുക, പക്ഷെ നശിക്കത്തില്ല. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. വീഴുവാൻ തക്കവണ്ണം അവൻ നിന്നെ തള്ളി, പക്ഷെ കീഴെ ശാശ്വത ഭുജങ്ങൾ പിടിച്ചിരിക്കുന്നുണ്ട്. നീ വീണെന്ന് ചിലര് പറയുമ്പോഴും നീ കർത്താവിന്റെ കയ്യിലാ. മനസ്സിലായി തുടങ്ങിയില്ല? സ്തോത്രം. പൗലോസ് വെളിപ്പെടുത്തുന്ന കാര്യം, ഞാൻ വീണ് കിടക്കുന്നവനെങ്കിലും നിന്റെ നാശം കാണാൻ ചിലര് നോക്കിയിരിക്കുന്നുണ്ട്, പക്ഷെ നീ നശിക്കത്തില്ല. കാരണം നിന്റെ അകത്ത് വ്യാപരിക്കുന്നത് നിത്യജീവന്റെ തുടിപ്പാ. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവോ? എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയാം. നിന്റെ വീടിന്റെ മേൽ സാത്താൻ എഴുതി വെച്ച നാശം ദൈവം ഇന്ന് തുടയ്ക്കുക. എന്നോട് ഹോളി സ്പിരിറ്റ് നശിക്കുകയല്ല, നീ വീണ് കിടക്കുന്നവനെങ്കിലും അതിൻ്റെ കാരണം പൗലോസ് വെളിപ്പെടുത്തുന്ന ഭാഗത്തോട്ട് നമ്മുടെ ചിന്ത വരാമേ. സ്തോത്രം. ഈ 4-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. പൗലോസ് പറയുകയാണ്, സ്തോത്രം, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഞങ്ങളുടെ അകത്ത് ഒരു ശക്തി വസിക്കുന്നുണ്ട്. ആ ശക്തിയുടെ പേര് കേൾക്കണോ? അത്യന്ത ശക്തി. ഈ ശക്തി നാട്ടുകാർക്ക് അറിയത്തില്ല. പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, എന്നാൽ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുണ്ട്. മനസ്സിലായില്ലയോ? നിനക്കെതിരെ ഒരുത്തൻ കോട്ട കെട്ടിയാൽ അത് ഇടിക്കുന്നത് മാനുഷിക ശക്തി കൊണ്ടല്ല, ഉയരത്തിലെ ശക്തി കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്തോത്രം. എനിക്ക് ദൈവാത്മാവ് ഒരു ബോധ്യം തരിക, നിന്റെ ഭാവിക്കെതിരെയുള്ള ചില കോട്ടകൾ ഇന്നത്തെ ആരാധനയിൽ ഇടിയണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യെരിഹോവിന്റെ മതിൽ ഇടിഞ്ഞാൽ വാഗ്ദത്ത നാടാ. ഇന്ന് പകൽ ദാവീദ് പറയുക, ചില മതിൽ ചാടിക്കടക്കാൻ പോവുക. യോസഫ് പറയുക, ചില മതിലിന്റെ മുകളിൽ ഞാൻ പടരാൻ ഇവിടെ എന്തോ ദൈവാത്മാവ് ബോധ്യം തരുന്നു. ചിലത് ഇടിയണം, ചിലത് ചാടിക്കടക്കണം, ചിലതിന്റെ മുകളിൽ പടർന്നു കയറണം.